ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നാട്ടിലേക്ക് പോവാണ്. എല്ലാ ഗേൾസും ഉണ്ട് കേട്ടോ നാട്ടിൽ പോകാൻ. ഒരു പ്രത്യേക സാഹചര്യം കൊണ്ട് പോവാണ്. വീഡിയോ എടുക്കുകയാണോ എന്ന് വിചാരിച്ചില്ല, പക്ഷേ എല്ലാവരും കൂടെ ഒരുമിച്ച് കിട്ടിയ ഒരു അവസരമല്ലേ, അപ്പോൾ എടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. നമ്മുടെ ബസ് സ്റ്റോപ്പ്. ഒരൊറ്റ ബസ് പോലും ഇല്ല. ആ മൂലയിലങ്ങോട്ട് ഒരെണ്ണം കിടപ്പുണ്ട്. എന്ത് മനോഹരമായ വഴികൾ, മനോഹരമായ പെൺകുട്ടി. ഓ, അതങ്ങ് ബോധിച്ചു തോന്നുന്നു. ഗൈസ്, ഇതാണ് നമ്മുടെ ഈ ബസ് സ്റ്റാൻഡ്. മഴയൊക്കെ പെയ്ത് ഭയങ്കരമായിട്ട് കുളമായി കിടക്കണം ഗൈസ്. നമുക്കിവിടെ ബോട്ട് ഉണ്ടാക്കി കളിക്കാം. അയ്യോ, ഇവിടെ എല്ലാം ചെളിയാണല്ലോ ഗൈസ്. എങ്ങനെ പോകും ഞങ്ങൾ? വി ആർ ട്രാപ്ഡ്. അപ്പം ഞാൻ ഇതുവഴി പോകാം. അലീനയൊക്കെ ഇതോ അതുവഴി പോകുന്നുണ്ട് ഗൈസ്. ചാടി ചാടി പോകുന്നുണ്ട്. ഇതാണ് നമ്മുടെ 5th ഫേസ് ബസ് സ്റ്റാൻഡ്. ഭയങ്കര ലാവിഷായിട്ടുള്ള വലിയ ബസ് സ്റ്റാൻഡാണ്. കുറേ സ്ഥലമുണ്ട്, കുറേ ബസ്സിന് കിടക്കാം ഗൈസ്. ഒരു ബസ് വരുന്നുണ്ട് ഗൈസ്. ആരെ നോക്കാനാ? നോക്കാം ഗൈസ്. നമ്മളിങ്ങനെ മജസ്റ്റിക് എത്തി ഗൈസ്. ഗൈസ്, ഈ അസുരബ നിമിഷത്തിൽ എന്താ പറയാനുള്ളത്? ശ്വാസം കിട്ടുന്നില്ല, തണുപ്പ് ഭയങ്കര. മേരി, നിനക്കോ? ഒന്നും പറയണ്ട, നോ വേർഡ്സ് ഗൈസ്. ഇതാണ് ഭയങ്കര തിരക്കാ ഗൈസ്. ഞങ്ങൾ ഓൺലൈൻ വഴി അങ്ങനെ സീറ്റ് കിട്ടി. ഞങ്ങൾ വണ്ടിക്ക് ഇരുന്ന് ഗൈസ്. കൃപ മറിയ. ഇവിടെ എല്ലാം നമുക്ക് സീറ്റ് ഉണ്ട് ഗൈസ്. ഇതെല്ലാം നമുക്ക് സീറ്റ് ഉണ്ട്. മൂടിലാണ് മീനയുടെ വീട്ടിലെ മീനച്ചാർ. സീറ്റും പോയി. അനുരാഗലോലഗാത്രി. അനുരാഗലോലഗാത്രി. ഈ വായിക്കട്ടെ ശല്യമേ. ബ്ലോഗ് എടുക്കാനേ ഞാൻ പറഞ്ഞുള്ളൂ. എന്നെ ശല്യപ്പെടുത്താൻ ഞാൻ പറഞ്ഞിട്ടില്ല. അനിറ്റും കാണുന്നില്ല. ഏത് ബുക്കല്ലേ ഇതിനെ വായിക്കണേ? പിടിച്ച് കാണിക്കുമോ? ഓ, വായിച്ച് എത്ര പേരായി? തുടങ്ങിയില്ലല്ലോ അല്ലേ? ഞാൻ വായിക്കുന്നത് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. അലീനെ, അലീനെ, അലൻ. ഗോപിയെ കാണിച്ചത് എങ്ങനെ പറയത്തില്ല, മിണ്ടാതിരുന്നു അവിടെ. മിസ് ഏത് ബുക്കാ വായിക്കുന്നേ? ഏത് ബുക്കാ വായിക്കുന്നേ? മതിലുകൾ. എങ്ങനെയുണ്ട്? കടികട്ടി വാക്കുകളാണോ? ഓക്കെ. അല്ല, വന്നോണ്ടിരിക്കോ? ഓ, സിനിമ ഷൂട്ടിങ്. കണ്ണെന്തോ കണ്ണ്. നീ പറയാനുള്ള നീ പറഞ്ഞില്ല, ഞാൻ എറിയും. പറഞ്ഞു. എന്താ മൂവി നെയിം? ഞാൻ പോലും കേട്ടില്ല. കിട്ടിയല്ലേ? ബോഡി ഓ, അതിനിടയിൽ കൂടെ ബിസ്ക്കറ്റ് കച്ചവടം. എടി, അത് പിടിച്ചെടി. വെറി ബിസ്ക്കറ്റ് വാങ്ങി. ബുക്ക്.
അത്ര പറ്റില്ല. വരല്ലേ പ്രാർത്ഥന എനിക്ക് മനസ്സിലായി. വേണ്ട, അത് പറ്റത്തില്ല. കൈകൊണ്ടേ പറ്റത്തുള്ളൂ. കൈകൊണ്ടേ പറ്റത്തുള്ളൂ. വായന കൈകൊണ്ടേ പറ്റത്തുള്ളൂ. ക്ഷമയുടെ നെല്ലിപ്പല കണ്ടു. രണ്ടാമത്തെ വേർഡ് മുമ്പുള്ള രണ്ടാമത്തെ വേർഡ് സിനിമയ്ക്ക് അറിയാം. രണ്ടാമത്തെ വേർഡ് പറയടി, നീ എന്താ ആലോചിക്കുന്നേ? എനിക്ക് പോലും മനസ്സിലായില്ല നീ കാണിച്ച എന്തുവാന്ന്. നീ ഒന്നുകൂടെ പറ, എന്തെങ്കിലും നല്ല എളുപ്പമുള്ള പറ. എന്തോ അക്ഷരം പറയാനാണ് പിന്നെ സംസാരം. പിന്നെ മമ്മൂട്ടി ഡാൻസ് കളിച്ചു. മാർഗം കളിയോ? കുറച്ച് ഓഫ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോണിന് സ്ഥലമില്ല. കുറച്ച് കഴിയുമ്പോൾ ഫുള്ളാവും. മമ്മൂട്ടി വെട്ടിയെന്ന് എനിക്ക് മനസ്സിലായില്ല. മൂന്നാമത്തെ ആദ്യത്തെ എന്തുവാടി സിനിമ? ഞാൻ ഇത്ര സിനിമ ആണെന്ന് എനിക്കറിയത്തില്ലല്ലോ. ആ അതെ മമ്മൂട്ടി ഡബിൾ റോള്. ഞാൻ പറയാം. എടി നീ എന്നെ നോക്കടി. ആ നീ അല്ലേ പറഞ്ഞേ നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യത്തില്ല. നീ അല്ലേ പറഞ്ഞത് നീ ഹെൽപ്പ് ചെയ്യണ്ടാന്ന്. എടി സിമ്പിള് എടി ഇവക്ക് കിട്ടത്തില്ല. എടി നീ രണ്ടാമത്തെ വാക്ക് പറ. രണ്ടാമത്തെ പേര് പറ. അതിന് നീ ഇങ്ങനെ കാണിക്കുന്നു. നീ മര്യാദ കാണിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ മലയാളത്തിൽ കണ്ടിട്ടില്ല. നക്ഷത്രം. ആ വേറെ പേര് പറ. ഞാനിപ്പോ സ്റ്റാർ വരച്ച് വായുവിൽ സ്റ്റാർ വരച്ച്. എടി നക്ഷത്രത്തിന് വേറെ പേര് ആലോചിക്കും. നക്ഷത്രം എന്നാലും ഒക്കെ കിട്ടത്തില്ല. ഇല്ലതാ ഞാൻ പറയാം. ബൽറാം വെച്ച് താരദാസ്. ഉടുപ്പ് വിട്ട് തുണ്ടൊന്നു ഈയാണോ ആദ്യത്തെ വാക്ക്? പയ്യെ ആലോചിച്ച് പറഞ്ഞാൽ മതി. ആ സിനിമയാണോ? പുതിയ സിനിമ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയത്. ഞാൻ പറഞ്ഞില്ല പുതിയതാണെന്ന് പറഞ്ഞ പെട്ടെന്ന് കഥ. അവള് ഫ്രണ്ടിലും ഏറ്റവും ബാക്കിലാണ്. നമ്മൾ ഏറ്റവും ഫ്രണ്ടിലാണ്. എന്നെ കൂടെ ഒന്ന് കാണിക്കാം.
ഒരു തീർന്നു അടുക്കട്ടെ വരല്ലോ ഇത് മൂന്നാമത്തെ ഇരിക്കും രണ്ടാമത്തെ മായമൊഴി സ്ത്രീ അല്ല എടി ആ അക്ഷരം അല്ലടി മലയാളം അറിയത്തില്ലടി നമുക്ക് ഇവിടെ ഉദ്ദേശിച്ചതാ പക്ഷെ അവള് സ്ത്രീ പിടിച്ചോണ്ടിരിക്കുക മലയാളം പേര് തന്നെയാണോ സ്ത്രീ തന്നെ സ്വിച്ച് അവിടെ മുടിയൊക്കെ ഇരിക്കുന്നുണ്ട്. സമയം 12 മണിയാവാൻ പോകുന്നു ഗൈസ്. ഇവിടെ കിടക്കുന്നു ഗൈസ്. വേറെ കുറേ അത് തന്നെ ലേഡീസ് അല്ലേ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഞങ്ങള് ഇനി ഉറങ്ങുമ്പോ എടുക്കാം കേട്ടോ. ഞാൻ തിരിച്ചു വന്നെടുക്കാം. എന്തൊരവസ്ഥയാണ് ഹലോ ഗൈസ്, ഇവർ ആലപ്പുഴയുള്ള പട്ടിയെ കണ്ടിട്ടില്ലെന്നാണ് ഗൈസ് പറയുന്നത്. ആലപ്പുഴയുള്ള പട്ടി എങ്ങനെയുണ്ട് അലീന? സൂപ്പർ പട്ടിയാണെന്നാണ് പറയുന്നത്. ഇവിടെ അവൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ വിളിച്ച് അവിടെ എത്തി ഇവിടെ എത്തി എന്നും പറഞ്ഞ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവർ കൃപയുടെ വീട്ടിലോട്ട് പോവാണ്, ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാണ്.